വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായി മത്സരിക്കും. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയെയും വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ളയെയും ശ്രീനഗറിലെത്തി കണ്ടിരുന്നു. ഇതിനുശേഷമാണ് സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സഖ്യം ട്രാക്കിലാണ്, അത് വിജയകരമായി പ്രവർത്തിക്കും. CPM-ലെ മുഹമ്മദ് യൂസഫ് തരിഗാമിയും ചർച്ചയുടെ ഭാഗമായിരുന്നു. ജമ്മു കശ്മീരിലെ 90 സീറ്റുകളിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അഭാവം കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. എല്ലാ അധികാരങ്ങളോടും കൂടിയ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഫാറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായ രീതിയിലാണ് നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരിക്കൽ പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷനിൽ നാഷണൽ കോൺഫറൻസിന്റെ സഖ്യകക്ഷിയായിരുന്ന PDP തിരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് സംബന്ധിച്ച സാധ്യതകളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല. അതേസമയം എത്രയും വേഗം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആഹ്വാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന രൂപീകരണം നടക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാകുന്നത്. അതിനാൽ ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചിരുന്നു. ജമ്മുവിലെ 2 സീറ്റുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ കശ്മീർ താഴ്വരയിൽ മത്സരിച്ച 3 സീറ്റുകളിൽ ഒന്നിൽ NC പരാജയപ്പെട്ടു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ജമ്മു കശ്മീരിലെ പാർട്ടി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഉടനെ ചേരും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും ജമ്മു കശ്മീരിലെത്തിയത്. ആർട്ടിക്കിൾ 370 അസാധുവാക്കിയതിനു ശേഷം നടക്കുന്ന താഴ്വരയിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലായി 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുക. ഒക്ടോബർ 4-ന് ഫലം പ്രഖ്യാപിക്കും. അതേസമയം ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് 4ഓ 5ഓ ഘട്ടങ്ങളിലായിട്ടാകും നടക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. നേരത്തെ സെപ്റ്റംബർ 30-നകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. 2014-ലായിരുന്നു ജമ്മു കശ്മീരിൽ അവസാനമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് PDPക്ക് 28 സീറ്റും BJPക്ക് 25 സീറ്റും ലഭിച്ചു. തുടർന്ന് ഇരു പാർട്ടികളും സഖ്യത്തിൽ അധികാരത്തിലേറി. മുഫ്തി മുഹമ്മദ് സയ്യിദ് മുഖ്യമന്ത്രിയായി. 2016-ൽ മുഹമ്മദ് മുഫ്തി മരണപ്പെട്ടതോടെ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി. എന്നാൽ 2018-ൽ PDP സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ നിയമസഭ പിരിച്ചുവിട്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. 2019-ൽ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി സംസ്ഥാനത്തെ വിഭജിക്കുകയായിരുന്നു. ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെയായിരുന്നു വിഭജനം. നടപടി ചോദ്യം ചെയ്തുകൊണ്ട് നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി ശരിവെച്ചു. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നടന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. 5 സീറ്റിൽ 2 സീറ്റും BJPയും, 2 നാഷണൽ കോൺഫറൻസും, 1 സീറ്റിൽ സ്വതന്ത്രനുമാണ് അന്ന് വിജയിച്ചത്.